ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് നിയമാവർത്തനം 28:10. കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല ജനതകളും നിന്നെ ഭയപ്പെടും. നിയമാവർത്തന പുസ്തകത്തിന്റെ 28-ാമത്തെ അധ്യായത്തിന്റെ ഈ അത്ഭുത വചനങ്ങൾ ഒരിക്കലെങ്കിലും ധ്യാനിക്കാതെ പോകരുത്. ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിച്ചാൽ, അവിടുത്തെ ചട്ടങ്ങളിൽ, പ്രമാണങ്ങളിൽ, നിയമങ്ങളിൽ ജീവിച്ചാൽ അവിടുന്ന് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിക്കപ്പെടും എന്ന് മാത്രമല്ല, കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലെ സകല ജനതകളും നിന്നെ ഭയപ്പെടും. അതെ, നിന്നെ മറ്റുള്ളവർ ഭയപ്പെടാൻ നിന്റെ ദൈവം ഇടയാക്കും. അതിനു കാരണം നീ നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വഹിക്കുന്നു എന്നതാ. അതൊരനുഗ്രഹമല്ലേ? അതൊരത്ഭുതമല്ലേ? അത്രത്തോളം ദൈവം നമ്മെ ഉയർത്തുന്നെങ്കിൽ ആ ദൈവത്തിന് നമ്മോട് എത്ര വലിയ സ്നേഹമാവുള്ളത്. എങ്കിൽ മറന്നു പോകണ്ട, നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കർത്താവിന്റെ നാമമല്ലേ? എന്നും വിളിച്ചപേക്ഷിക്കുന്നത് ആ തിരുനാമമല്ലേ? അനേകർ നിന്നെ അറിയുന്നത് ആ തിരുനാമത്തിലൂടെയല്ലേ? ഒരു നാളും അവിടുന്ന് കൈവിടുകയില്ല. ആ ദൈവനാമം നിന്നെ ഒരത്ഭുതമാക്കി മാറ്റും. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.